തീർത്ത് ജന്മനാട്ടിൽ മടങ്ങിയെത്തിയിരിക്കുകയാണ് അർപ്പിത വേണുഗോപാൽ എന്ന മലയാളി പെൺകുട്ടി. തിരശ്ശീലയിലും അത്ഭുതങ്ങൾ തീർത്ത ഹാരി പോട്ടർ പരമ്പരയിലെ അവസാന ചിത്രത്തിന്റെ വിഷ്വൽ എഫക്റ്റുകൾക്ക് പിന്നിൽ അർപ്പിതയുണ്ടായിരുന്നു. ഹോളിവുഡ് ചലച്ചിത്രാനുഭവങ്ങളും ഭാവി പ്രതീക്ഷകളും അർപ്പിത ചെന്നൈയിൽ മനോരമ ന്യൂസുമായി പങ്കുവച്ചു. അക്ഷരങ്ങളിൽ വിസ്മയം നിറച്ചുവെച്ച ഹാരി പോട്ടർ വെള്ളിത്തിരയിലും എഴുതിയത് കാണാക്കാഴ്ചകളുടെ അത്ഭുതമായിരുന്നു. വെല്ലുവിളികൾ നിറഞ്ഞ പുതിയ ലോകത്തിലേക്കുള്ള ഹാരിയുടെ ഓരോ യാത്രകളും ബോക്സ് ഓഫീസിൽ ചരിത്രമെഴുതിയാണ് കളമൊഴിഞ്ഞത്. ഹാരി പോട്ടർ പരമ്പരയിലെ അവസാന ചിത്രമായ ഹാരി പോട്ടർ ഡെത്ത്ലി ഹാലോസിന്റെ രണ്ടാം ഭാഗത്തു കണ്ട ദൃശ്യവിസ്മയങ്ങൾക്ക് പിന്നിൽ അർപ്പിത വേണുഗോപാൽ എന്ന മലയാളി പെൺകുട്ടിയുമുണ്ട്. ചെന്നൈയിൽ സ്ഥിരതാമസമാക്കിയ തൃപ്പൂണിത്തറ സ്വദേശി വേണുഗോപാലിന്റെയും ലേഖയുടെയും ഇളയമകളായ അർപ്പിത ഇന്ന് ഹോളിവുഡ് സിനിമയ്ക്ക് സുപരിചിതയാണ്. ചെന്നൈയിൽ നിന്ന് വിഷ്വൽ എഫക്ട്സിൽ ബിരുദവും ലണ്ടനിലെ ബോൺമൌത്ത് സർവകലാശാലയിൽ നിന്ന് PGയും പൂർത്തിയാക്കി അർപ്പിത ചെന്നെത്തിയത് ലണ്ടനിലെ തന്നെ മൂവിംഗ് പിക്ചർ കമ്പനിയിൽ. വിഷ്വൽ എഫക്ട്സ് രൂപകൽപ്പനയിൽ ലോകത്തിലെ മുൻനിരയിലുള്ള ഇവിടെ 4 ഹോളിവുഡ് ചിത്രങ്ങൾക്ക് ദൃശ്യമിഴിവേകാൻ അർപ്പിതക്കായി. കൂട്ടത്തിൽ മുൻനിരയിൽ ഹാരി പോട്ടർ തന്നെ. പുതിയ ഹാരി പോട്ടർ ചിത്രത്തിലെ റൂം ഓഫ് റിക്വയർമെന്റ് എന്ന ഭാഗത്ത് തീനാളങ്ങൾ നദി പോലെ ഒഴുകിയതും വിവിധ രൂപങ്ങൾ പ്രാപിക്കുന്നതുമെല്ലാം അർപ്പിതയുടെ സൃഷ്ടിയാണ്. ഹാരി പോട്ടർ തിയേറ്ററിലെത്തും മുമ്പ് തന്നെ കാണാൻ ഭാഗ്യമുണ്ടായ ആദ്യ മലയാളിയുമാണ് അർപ്പിത. First of all, we got to watch the movie before release. Iniki nokan kitti. I knew what the secrets were, and it was very it was confidential. We were not supposed to tell anybody as well, so it was exciting, thrilling. I don't know. ഇന്ത്യൻ സിനിമയും ദൃശ്യ സാങ്കേതികതയിൽ ഏറെ മെച്ചപ്പെട്ടു. ഇക്കാര്യത്തിൽ ഇനിയും ഒരുപാട് മുന്നേറാനുണ്ട്. So I can imagine that 10 years from now it's going to be as good as Hollywood. So I think it's more about people here are very scared about taking the step, like taking a big step, and it's basically being more broad-minded and more exposure. ഏറെ നാളുകൾക്ക് ശേഷം ജന്മനാട്ടിൽ മടങ്ങിയെത്തിയ ഈ കലാകാരി ഇടവേളയ്ക്ക് ശേഷം പുതിയ ദൃശ്യ കൗതുകം തീർക്കാൻ ഹോളിവുഡിലേക്ക് തിരിക്കാനൊരുങ്ങുകയാണ്. മനോരമ ന്യൂസ്, ചെന്നൈ. അർപ്പിത വേണുഗോപാൽ പുലർവേളയിൽ അതിഥിയാവുകയാണ്. തത്സമയം വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി. അർപ്പിത, ഗുഡ് മോർണിംഗ്. പുലർവേളയിലേക്ക് സ്വാഗതം. പലപ്പോഴും നമ്മൾ സ്ക്രീനിൽ കാണുന്ന അത്ഭുതങ്ങൾ അത് കണ്ട് നമ്മൾ വല്ലാതെ ത്രില്ലടിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. കാഴ്ചക്കാർക്ക് എപ്പോഴും വലിയ അത്ഭുതങ്ങളാണ് എങ്ങനെ ഈ വിസ്മയങ്ങൾ സ്ക്രീനിൽ കാണുന്നുവെന്ന്. വളരെ രസകരവുമാണ്. അർപ്പിതയ്ക്ക് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുമ്പോൾ അത്രമാത്രം രസകരമാണോ ഈ അനുഭവം, ഒപ്പം ഇതിന്റെ പിന്നിലെ പ്രവർത്തനങ്ങളും ഒക്കെ? അതെ, വളരെ എൻജോയബിൾ ആണ് ഫുൾ എക്സ്പീരിയൻസ്. ബിക്കോസ് തുടക്കത്തിലെ നമ്മൾക്ക് സ്റ്റോറി ബോർഡൊക്കെ കാണാൻ കിട്ടും. പിന്നെ നമ്മൾക്ക് വി ഗെറ്റ് ടു സീ how the movie is from start to finish. The whole journey we're a part of, and whether it's very enjoyable experience, and it's a fun job to do. അർപ്പിത, ഒപ്പം നമുക്ക് പലപ്പോഴും നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ സിനിമ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാണുന്നത് കുറെ ഗ്രാഫിക്സ് വർക്കുകൾ എന്നതിനപ്പുറത്തേക്ക് നമുക്ക് എന്താണ് ഇതിന് പിന്നിലുള്ള വർക്ക് എന്നൊന്നും പലപ്പോഴും അറിയാൻ കഴിയാറില്ല. നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ വിഷ്വൽ എഫക്ട്സ് ഒക്കെ കണ്ട് നമ്മൾ ഞെട്ടിത്തരിച്ചിരിക്കുക എന്നതിനപ്പുറത്തേക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയാൻ കഴിയില്ല. ഇതിന്റെ ഒരു പ്രവർത്തനം ഇപ്പോൾ ഹാരി പോട്ടറിലേക്ക് വന്ന് തന്നെ അതിൽ ചില അഗ്നിപർവ്വതത്തിൻ്റെതൊക്കെ ഉള്ള ദൃശ്യങ്ങൾ അത് നമ്മൾ വിസ്മയത്തോടെ കാണുമ്പോൾ അതിന്റെ പിന്നിൽ അത് ഇത്തരത്തിലൊരു ഗ്രാഫിക്സ് എഫക്റ്റ് ഒക്കെ ആയി സ്ക്രീനിൽ എത്തുമ്പോൾ അതിന്റെ പിന്നിലുള്ള വർക്ക് എങ്ങനെയാണ്, അതിന്റെ ഒരു രീതി എങ്ങനെയാണ്? അത് ഫസ്റ്റ് ഈ പ്രോസസ് എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് അവര് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യും, ആക്ടേഴ്സിനൊക്കെ ഷൂട്ട് ചെയ്യും. പിന്നെ അത് ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ആ സ്റ്റുഡിയോയിലേക്ക് തരും. അപ്പോൾ എൻ്റെ സ്റ്റുഡിയോയിലേക്ക് ഈ തീന്റെ സീക്വൻസ്, റൂം റിക്വയർമെന്റ് സീക്വൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നമ്മൾ ആർട്ടിസ്റ്റ് ഒക്കെ വി ഗെറ്റ് ദാറ്റ് സീക്വൻസ്, ആൻഡ് അതിൽ വി ഹാവ് ടു ആഡ് 3D എലിമെന്റ്സ്. ഈ തീ ഒക്കെ സോഫ്റ്റ്വെയർ വെച്ച് ചെയ്തിട്ട് വി ആഡ് ദ ഫയർ ഓൺ ടു ദ പ്ലേറ്റ്. And kore departments ഒരുമിച്ച് working together, they create the final image, and we see it on the screen. അപ്പോൾ വലിയ പ്രോസസ്സാണ്. വൺ ഷോട്ട് ക്യാൻ ടേക്ക് അബൌട്ട് 2 months, ആൻഡ് അത് സ്ക്രീനും 5 സെക്കൻഡിൽ കഴിഞ്ഞു പോകും. അപ്പോൾ ഇറ്റ്സ് എ വെരി ലോങ് പ്രോസസ്, ആൻഡ് ഇറ്റ് ടേക്സ്. അർപ്പിത, അതുപോലെ തന്നെ നമുക്കറിയാം ഹാരി പോട്ടർ എന്ന് പറയുന്ന ഒരു സിനിമ, അത് സിനിമയാവുന്നതിന് മുമ്പ് തന്നെ നോവലുകളിലൂടെയും മറ്റും ലോകം കീഴടക്കിയ ഒരു ചലച്ചിത്രത്തിന്റെ ആവിഷ്കാരമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അതിലൊരു വിഷ്വൽ എഫക്ട്സ് കൊടുക്കുമ്പോൾ അതൊരു തരം വെല്ലുവിളി ഉണ്ടായിരുന്നു. ഇത് എങ്ങനെ ചെയ്യാം, എത്രത്തോളം ഭംഗിയാക്കാം എന്നൊക്കെയുള്ള ഒരു വെല്ലുവിളി.
അതെ, like being artist ആയക്കൂടെ we have a certain amount of freedom that imagination ഒക്കെ വെച്ച് we can make it look, we can make to make the book into a movie when the director gives us a vision. നമ്മൾക്ക് we have the freedom to make it a little more pretty, a little more screen നന്നായിട്ട് to make it look nice on screen. അപ്പോൾ it's very good that way. അർപ്പിത, പല സിനിമകളുണ്ട് അർപ്പിതയുടെ ക്രെഡിറ്റ് എടുത്ത് കാണിക്കാനായിട്ട്. ദ ക്രോണിക്കിൾസ് ഓഫ് നാർണിയ ഉണ്ട്, ഹാരി പോട്ടർ ഉണ്ട്, റാറ്റ് ഓഫ് ദി ടൈറ്റൻസ് ഉണ്ട്. അത്തരത്തിൽ പല സിനിമകൾ, ഓരോന്നിലും പല തരത്തിലുള്ള ദൃശ്യവിസ്മയങ്ങളാണ് തീർത്തത്. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ്, എന്തുകൊണ്ടാണത്? ഒപ്പം എങ്ങനെ ഈ ഓരോ സിനിമകളിലെയും ഗ്രാഫിക്സും ഒക്കെ എങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നു? You mean എങ്ങനെ ചെയ്തത് ഞാൻ ഈ ഗ്രാഫിക്സ് ഒക്കെ? തീർച്ചയായിട്ടും ഓരോ സിനിമകളിലും എങ്ങനെ ഇത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു, അതിന്റെ പിന്നിലുള്ള പ്രവർത്തനം, അത് എത്രമാത്രം വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു ഓരോ സിനിമയും, അത് എങ്ങനെ പരസ്പരം വ്യത്യാസപ്പെട്ടു? The one I like the most ഞാൻ ചെയ്തത് അത് ഇങ്ങനെ ലൈക്ക് പ്രോജക്റ്റ് വരുമ്പോ നമ്മളെ ലീഡൊക്കെ പറയും ഈ പ്രോജക്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ട് ഇതില്. അപ്പൊ അങ്ങനെ കുറെ ചാൻസസ് ഒക്കെ വരുമ്പോ ഈ ഇഫ് യു ടെൽ ദാറ്റ് യു ആർ ഇൻട്രസ്റ്റഡ്, അപ്പൊ അവർ ആ പ്രോജക്റ്റ് തരും. അപ്പൊ എനിക്ക് ക്രോണിക്കിൾസ് ഓഫ് നാർണിയയില് എനിക്ക് I've got to work on water effects. ഞാൻ ocean effects ഒക്കെ ചെയ്തു. പിന്നെ ഹാരി പോട്ടറിൽ ഫയർ എഫക്ട്സ് ഒക്കെ ചെയ്തു. പിന്നെ റാറ്റ് ഓഫ് ദി ടൈറ്റൻസിൽ ഞാൻ വോൾക്കാനിക് ക്ലൗഡ്സ് ഒക്കെ ചെയ്തു. അപ്പോൾ പിന്നെ കുറെ കമേഴ്ഷ്യൽസിലൊക്കെ സ്മോക്ക്. അപ്പൊ എനിക്ക് ഇതൊക്കെ ഈ എഫക്ട്സ്, നാച്ചുറൽ എഫക്ട്സ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. അതാണ് ഞാൻ ചെയ്തേക്കണേ മോസ്റ്റ് ആയിട്ട് മൂവീസിലും. അർപ്പിത എങ്ങനെയാണ് ഈ ഹോളിവുഡിലെ ഒരു മൂവിംഗ് പിക്ചർ കമ്പനിയിലേക്ക് അർപ്പിത എത്തിപ്പെട്ടത്? ഞാൻ ബോൺമത്ത് യൂണിവേഴ്സിറ്റിയിലേക്കാണ് പോസ്റ്റ് ഗ്രാജുവേഷന് പോയത്. അപ്പോൾ ദ കോഴ്സ് വാസ് MA ഡിജിറ്റൽ എഫക്ട്സ്. അവിടെ വി ഡിഡ് എ ലോട്ട് ഓഫ് ലൈക്ക് ഈ എഫക്ട്സ് ഫീൽഡിലെ കുറേ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അപ്പോൾ ആ കോഴ്സിൽ ഞാൻ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിന്റെ കുറേശ്ശായിട്ട് എക്സ്പീരിയൻസ് കിട്ടി. അപ്പോൾ ഐ ചോസ് ടു സ്പെഷ്യലൈസ് ഇൻ എഫക്ട്സ്, ഇൻ 3D എഫക്ട്സ്. പിന്നെ കോഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ പോർട്ട്ഫോളിയോ ഒക്കെ ഉണ്ടാക്കി അപ്ലൈ ചെയ്തതാണ്. അപ്പോൾ മൂവിംഗ് പിക്ചർ കമ്പനീനെ എൻ്റെ വർക്കൊക്കെ വളരെ ഇഷ്ടമായി. അപ്പോൾ അവർ കോൺടാക്ട് ചെയ്തതാണ് എന്നെ. പിന്നെ മൂവിംഗ് പിക്ചർ കമ്പനി വളരെ വലിയ കമ്പനിയാണ്. അപ്പോൾ ഐ വാസ് ഓൾസോ വെരി ഹാപ്പി ടു വർക്ക്, ടു ബി എ പാർട്ട് ഓഫ് സച്ച് എ ബിഗ് ബാനർ. അവരൊക്കെ വലിയ മൂവീസ് ചെയ്യുന്നതാണ്. ഹാരി പോട്ടർ, പിന്നെ ക്ലാഷ് ഓഫ് ദി ടൈറ്റൻസ്, പിന്നെ വാച്ച്മെൻ, കുറെ മൂവീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇറ്റ് വാസ് ഗ്രേറ്റ് ടു ബി എ പാർട്ട് ഓഫ് ദ ടീം ഓൾസോ. വളരെ നല്ല ടീമാണ് അവര്. അർപ്പിത, അതുപോലെ തന്നെ ഒരു സിനിമയുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിനിമയ്ക്ക് മുന്നിൽ പ്രവർത്തിച്ച അഭിനേതാക്കളും ആ സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒപ്പം ഇരുന്ന് തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ആ ഒരു സിനിമ കാണുവാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കാറുണ്ട്. ഇത്തരത്തിൽ ഹോളിവുഡിലെ മുൻനിര താരങ്ങൾക്കൊപ്പം അവരുടെ കൂടെ ഇരുന്ന് താൻ വർക്ക് ചെയ്ത സിനിമ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. അർപ്പിതയുടെ ഒരു അനുഭവം എങ്ങനെയാണത്? Only then can their true power be released. Lies beyond Narnia itself. Ayo, that's the experience. I mean, the feeling when you watch your work on screen, it's വളരെ നല്ലതാണ്. It's amazing because ഇത്ര മാസത്തെ ജോലി ചെയ്തത് ഫൈനലി സ്ക്രീനിൽ വരുമ്പോൾ it's kind of unbelievable and it's a great feeling that നിങ്ങളും I mean എൻ്റെ പങ്കുണ്ട് അതിൽ. അപ്പോൾ it's an amazing feeling and that's what motivates me to work even more and കുറെ ഇനിയും നല്ല പണി ചെയ്യാൻ. അതാണ് എനിക്ക് ഇൻസ്പിറേഷൻ ആ എൻ്റെ സ്ക്രീൻ കാണുമ്പോൾ. പിന്നെ നമ്മുടെ പേരൊക്കെ എൻ്റെ ക്രെഡിറ്റ്സിൽ വരും. അതും വളരെ ത്രില്ലിംഗ് ആണ് കാണാനായിട്ട്. ആൻഡ് ഡയറക്ടേഴ്സ് ഒക്കെ പറയും നിങ്ങളുടെ വർക്ക് എത്ര നല്ലതാണ്. ദേ കം ആൻഡ് congratulate you on your work so much, so it's very inspiring for you. It's encouraging as well.
സർപ്പിത, ഇന്ത്യൻ സിനിമയിൽ ഇത്തരം വിഷ്വൽ എഫക്ട്സിന്റെ പുതിയ തലങ്ങൾ തേടുന്ന ഒരു സിനിമകളും നമ്മൾ കാണാറില്ല, അല്ലെങ്കിൽ അത്തരം സിനിമകളൊന്നും തന്നെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നില്ല. എന്തുകൊണ്ടാണ് അത്തരത്തിൽ ഇന്ത്യൻ സിനിമകളിൽ അതിന്റെ അവസരം ഇല്ലാതായി പോകുന്നത്? അതോ നമ്മൾ അത്തരത്തിലുള്ള വലിയ സങ്കീർണമായ ദൃശ്യ സംവിധാനത്തിലേക്കൊന്നും എത്തിയിട്ടില്ലേ? നമ്മുടെ സിനിമ അതിലേക്ക് ഇനിയും എത്താൻ ഒരുപാട് കാലം എടുക്കും. എന്താണ് അതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തോന്നിയിട്ടുള്ളത്? Behold our castaways, King and Queen of Narnia. Refugee! Your Majesties. It's actually it's a matter of time. I'm sure അഞ്ചു 7 വർഷത്തിൽ കുറെ ഇന്ത്യൻ എഫക്ട്സ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് ഉണ്ടാവും. ലൈക്ക് ഞാൻ ലണ്ടനിൽ ഇപ്പോൾ മുമ്പേ ഒരു എഫക്ട്സ് ഫിലിമും ഉണ്ടായിരുന്നില്ല, വളരെ കുറച്ച് എഫക്ട്സേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ തിരിച്ചു വന്ന് കഴിഞ്ഞിട്ട് ഈ എന്തിരൻ പിന്നെ ഈ രാവണൊക്കെ കണ്ടപ്പോൾ ഐ വാസ് വെരി ഇംപ്രസ്ഡ്, ബിക്കോസ് ഇറ്റ്സ് എ ഗ്രേറ്റ് ലീപ്പ് ഇൻ ദ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി to make such a effects heavy movie. അപ്പോൾ ഐ വാസ് വെരി ഹാപ്പി ടു സീ ദാറ്റ്, ആൻഡ് ദാറ്റ് itself വളരെ പ്രോമിസിംഗ് ആണ്. ദാറ്റ് ഇന്ത്യൻ ഫിലിംസിലും എഫക്ട്സ് വരാം, വലിയ ബിഗ് സ്കെയിൽ എഫക്ട്സ് വരാം. ഇതിന്റെ നമ്മൾക്ക് we have such a big population, so I'm sure we'll be able to get effects artists for that. So I guess it's only a matter of time. പിന്നെ കുറെ എക്സ്പോഷറും പിന്നെ to be bold enough to take the step and make a script that requires a lot of effects, and I guess time and learning ആണ് വരും. I'm sure 7 years one of the best effects movies will be from India. അർപ്പിതയുടെ അടുത്ത പ്രോജക്റ്റ് എന്താണ് അർപ്പിത ചെയ്യാൻ പോകുന്നത്? അതിന്റെ ഒരു പ്രത്യേകതയും എന്താണ്? ഞാനിപ്പോ ബ്രേക്കിലാണ്. ഞാൻ രാത്രി ടൈറ്റൻസും കുറെ കമേഴ്ഷ്യൽസ് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പൊ ഇന്ത്യയിൽ വന്നേക്കാണ്. പിന്നെ ഞാൻ വേറെ എവിടെയോ ജോയിൻ ചെയ്യും ജാനുവരിയിൽ. അപ്പൊ ആ പ്രോജക്റ്റ് ഇനി അവര് ശരിക്കായിട്ട് പറഞ്ഞിട്ടില്ല, പക്ഷെ ചിലപ്പോ അനിമേഷൻ ഫീച്ചർ ആയിരിക്കും. അപ്പൊ എനിക്ക് ഡിഫറെന്റ് ആയിട്ട് എക്സ്പീരിയൻസ്, ഇറ്റ്സ് ഗോയിങ് ടു ബി ഡിഫറെന്റ് എക്സ്പീരിയൻസ്. അതിനാണ് ഞാൻ ഇപ്പൊ ട്രെയിൻ ചെയ്യണേ വീട്ടിലിരുന്ന്. എന്തായാലും ലോകം കാത്തിരിക്കുന്ന ഒരുപക്ഷെ അല്ലെങ്കിൽ കാണുമ്പോൾ ഇതുവരെ കാണാത്ത പുതിയ അത്ഭുതങ്ങൾ, ദൃശ്യവിസ്മയങ്ങൾ സ്ക്രീനിൽ കാണട്ടെ അർപ്പിതയിലൂടെ എന്ന് ആശംസിക്കുന്നു. സമയപരിമിതിയുണ്ട്. എന്തായാലും ഇത്രയധികം സമയം അർപ്പിതയുടെ ഹോളിവുഡിലെ വിശേഷങ്ങൾ പങ്കുവച്ചതിന് വളരെയധികം നന്ദി. എന്തായാലും നമ്മൾ പലപ്പോഴും ഇത്തരം സിനിമകൾ കാണുമ്പോൾ എന്താണ് അതിന് പിന്നിലുള്ള സാങ്കേതികത എന്നുള്ളതിനെ കുറിച്ചും നമ്മൾ അറിയില്ലായിരുന്നു. ഒരു മലയാളി തന്നെ ഇത്തരത്തിൽ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളത് തീർച്ചയായും അജ്ഞാതമായിരുന്ന ഒരു കാര്യമായിരുന്നു. അഭിമാനിക്കാവുന്ന ഒരു നേട്ടം കൂടിയാണ്. തീർച്ചയായും പുലവേളയിൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് തന്നെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം മറ്റെന്തൊക്കെയുണ്ടെന്ന്. സൂര്യ നൃത്ത സംഗീതോത്സവത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം.